വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് നാഷണൽ ലീഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം 15-ന് നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ വഖഫ് സമ്മിറ്റ് ചർച്ച സംഘടിപ്പിക്കും. വൈകിട്ട് 3 മണിക്ക് തലശ്ശേരിയിൽ നടക്കുന്ന പരിപാടി വഖഫ് ബോർഡ് അംഗം ഉമർ മുക്കം ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിദഗ്ധർ, പൊതുരംഗത്തെ പ്രമുഖർ, വിവിധ സംഘടനാ നേതാക്കൾ, ജില്ലയിലെ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. ഇസ്ലാം മതത്തിന്റെ പുറത്തുനിന്നുമുള്ളവരെ വഖഫ് ബോർഡ് മെമ്പർമാരാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ലീഗിന് ഇരട്ടത്താപ്പാണുള്ളത്. വഖഫ് ഭേദഗതിയിൽ സർക്കാർ നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കെ ആ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന കേരള സർക്കാരിന്റെ UDF ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗും അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നതിൽ എതിർപ്പില്ല എന്ന നിലക്ക് കോടതിക്ക് അഫിഡവിറ്റ് നൽകാൻ AGക്ക് അനുമതി നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജ് കൊടുത്ത പരാതി ഹൈക്കോടതി സ്വീകരിക്കുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. അതിനെതിരെ നിലവിലുള്ള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കുകയും വഖഫ് ബോർഡിന് തുടരാനുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്റ്റേ വെക്കേറ്റ് ചെയ്തത്. ഗവൺമെന്റ് വഖഫ് ബോർഡിനെതിരെ, നിലവിലുള്ള വഖഫ് ബോർഡിനെതിരെ ശത്രുതാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനെതിരെയുള്ള സാമുദായിക കൂട്ടായ്മക്കുള്ള ശ്രമമാണ് നാഷണൽ ലീഗ് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിറാജ് തയ്യിൽ, KT സമീർ, ഹാഷിം അരിയിൽ, KP യൂസഫ്, ഗഫൂർ തലശ്ശേരി, TK മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials. Marbles. A unique collection of masterpieces. Experience life's journey in luxury. Core Stones, Paripai, Srikandapuram.